നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ആശയപരമായ ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ തിരിച്ച് നിങ്ങൾ ആശയപരമായി അതിനെ നേരിടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. അതിലൂടെ ആ വിഷയത്തിന് നിങ്ങൾ പ്രതികരിച്ച് മുന്നോട്ട് വരിക. അല്ലാതെ വീഡിയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് അതിനെ റിമൂവ് ചെയ്യിക്കുകയല്ല വേണ്ടത്. പറയാൻ തിരിച്ച് മറുപടിയില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും പല ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. ഹനാൻ ഷാ ഒരുപക്ഷേ ഒരു പേര് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തി ആരാണെന്ന്. നല്ലതുപോലെ പാട്ടൊക്കെ പാടുന്ന ഹനാൻ ഷായ്ക്ക് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെയുണ്ട്. ഓരോ പരിപാടിക്കും വരുന്ന ഹനാൻ ഷായെ കാണുവാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടാറുണ്ട്. അതിലധികവും ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെയാണ്. പാട്ടിലൂടെ ശ്രദ്ധേയനായ ഹനാൻ ഷാ ഇപ്പോൾ സിനിമയിൽ വരെ അഭിനയിക്കാൻ പോവുകയാണ്. നോക്കൂ, നിങ്ങൾ പാട്ട് പാടുകയോ സിനിമയിൽ അഭിനയിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ എന്തിനാണ് നിങ്ങളുടെ സംസാരങ്ങളിൽ ദീനിനെ വലിച്ചിഴയ്ക്കുന്നത്? നോക്കൂ, ദീനിനെക്കുറിച്ച് പറയാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്. നോക്കൂ, നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നൊരു പ്രവണതയാണ്. സെലിബ്രിറ്റികളൊക്കെ പലപ്പോഴും ദീനിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അതോടൊപ്പം ഉസ്താദുമാരെ പുച്ഛിക്കുന്ന, പരിഹസിക്കുന്ന, കളിയാക്കുന്ന ചില പ്രവണതകളും ചിലർ നടത്താറുണ്ട്. ഇസ്ലാം ചില കാര്യങ്ങൾ മാർഗനിർദ്ദേശങ്ങളായി പറഞ്ഞു വെക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ തങ്ങൾ ഈ കാലത്ത് ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമായി മാറുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത്തരം ആളുകൾക്കൊരു പക്ഷേ ഉസ്താദുമാർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അവരെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യാറുള്ളത്. നോക്കി, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഷിബിലി അൽ ഹജൂസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഹനാൻ ഷായുടെ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായി മാറി. ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. നായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹനാൻ ഷാ നടത്തിയ ഒരു പരാമർശം, ആ പരാമർശത്തെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഷിബിലി ഉസ്താദ്, അദ്ദേഹം ഒരു സുഹൃത്തു കൂടിയാണ്, അദ്ദേഹം ആ ഒരു വിഷയത്തിൽ റിയാക്ട് ചെയ്തത്. നായ ഹറാമാണെന്ന് പറയുന്ന ഹനാൻ ഷായുടെ ആ വാക്കുകൾ, അതിനെയാണ് പ്രധാനമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഷിബിലി ഉസ്താദ് അതിനെതിരെ പ്രതികരിച്ചത്. പ്രിയപ്പെട്ട ഹനാൻ ഷായുടെ ഒരു ചോദ്യം, നായ ഹറാമാണെന്ന് പഠിപ്പിച്ച എത്ര ഉസ്താദുമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? നായ നജസാണെന്നും അവയിൽ നിന്നും നജസായാൽ 7 തവണ കൈകണമെന്നുമാണ് ഞങ്ങളൊക്കെ മദ്രസയിൽ നിന്നും പഠിച്ചിട്ടുള്ളത്. 11 കൊല്ലം ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, 4-5 കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ ഒരു ഉസ്താദും ഇങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല, ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഇനി ഇങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉസ്താദുമാര് പറഞ്ഞു തരുന്ന സമയത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. കാവലിന് വേണ്ടി നായയെ വളർത്താമെന്ന് എല്ലാ ഉസ്താദുമാരും പഠിപ്പിക്കാറുണ്ട്. അതിന് ദീനിൽ തെളിവുകളുണ്ട്. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. സോ ഹനാൻ ബ്രോ നായയെ വാങ്ങുകയോ പോറ്റുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നാല് ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട്, ചോദിക്കുന്നത് കേട്ട് പാവപ്പെട്ട ഉസ്താദുമാർ ഹെഡിങ് മാത്രം പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് അവരെ നിസ്സാരരാക്കരുത്. നിങ്ങൾ പാട്ട് പാടിക്കോളൂ, വ്ലോഗ് ചെയ്തോളൂ, ഗേൾസിനൊപ്പം ഡാൻസ് കളിച്ചോളൂ, സിനിമയിൽ അഭിനയിച്ചോളൂ. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, ആരും നിങ്ങളെ തടയൂല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും എന്തില്ല, കാർക്കശ്യമില്ല. ഓരോരുത്തർക്കും വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്നാൽ അതിലൊരിക്കലും മതം കലർത്തരുത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഈ പറഞ്ഞവയൊക്കെയും ഹലാലാണെന്ന തരത്തില്, അല്ലെങ്കിൽ ഇടക്കിടക്ക് ദീന് കുത്തിക്കേറ്റിയിട്ട് ഒരിക്കലും നെഗറ്റീവ് മെസ്സേജ് കൊടുക്കരുത്, അപേക്ഷയാണ്. ഷിബിലി ഉസ്താദ് ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഏതാനും കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ വീഡിയോ യൂട്യൂബിൽ നിന്നും റിമൂവായി മാറി. റിമൂവാൻ കാരണം മറ്റൊന്നുമല്ല, ഹനാൻ ഷാ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ആശയപരമായ ഒരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അതിനെ തിരിച്ച് നിങ്ങൾ ആശയപരമായി അതിനെ നേരിടാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. അതിലൂടെ ആ വിഷയത്തിന് നിങ്ങൾ പ്രതികരിച്ച് മുന്നോട്ട് വരിക. അല്ലാതെ വീഡിയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് അതിനെ റിമൂവ് ചെയ്യിക്കുകയല്ല വേണ്ടത്. പറയാൻ തിരിച്ച് മറുപടിയില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും പല ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. നിങ്ങൾ നോക്കൂ, ഞാൻ ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാണ്ടിക്കാട് കുഞ്ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഡിയോ ചെയ്തത്. അങ്ങനെ സിനിമയിൽ ഒരു അവസരം കൂടി കിട്ടി, നാളെ ഷൂട്ട് തുടങ്ങും, എല്ലാവരുടെയും പ്രാർത്ഥന വേണം, തെറി വേണ്ട. ഇതായിരുന്നു കുഞ്ഞാൻ പാണ്ടിക്കാട് ആദ്യമിട്ട പോസ്റ്റ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ പ്രതികരിച്ചിരുന്നു. കാരണം എന്തോ ഉംറയ്ക്കോ ഹജ്ജിനോ പോകുന്നത് പോലെ, എന്തോ വലിയ പുണ്യകർമ്മത്തിന് പോകുന്നത് പോലെയാണ് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയുന്നത്, അതായത് ദുആ ചെയ്യാൻ പറയുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാന് അത് മനസ്സിലായി എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ പ്രാർത്ഥന എന്നുള്ളത് മാറ്റി അനുഗ്രഹങ്ങൾ എന്നാക്കി മാറ്റി. ഇതാണ് വേണ്ടത്. അയാൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. പക്ഷേ താൻ പറഞ്ഞ ആ ഒരു കാര്യത്തിൻ്റെ തെറ്റു മനസ്സിലാക്കി അയാൾ അതവിടെ തിരുത്തുക എന്നുള്ളത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സമൂഹമാധ്യമ പേജുകളിലൂടെ നിങ്ങൾക്ക് പ്രതികരിക്കാം. പക്ഷെ നേരെ മറിച്ച് തന്നെക്കുറിച്ച് ഇവിടെ ആരും സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക്
ഒരാളുടെ ഒരു വീഡിയോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് അതിനോടൊരിക്കലും യോജിക്കാൻ കഴിയില്ല. നോക്കുക, വീഡിയോയിൽ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ നായ ഹറാമാണ് എന്ന് എവിടെയും പഠിപ്പിക്കുന്നില്ല. എന്നാൽ നേരെ മറിച്ച് നായ നജസ്സാണെന്നും ആ നജസ് ശരീരത്തിലായി കഴിഞ്ഞാൽ 7 വെള്ളം കൊണ്ട് കഴുകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നോക്കൂ, നായ എന്ന് പറയുന്ന ജീവിയെക്കുറിച്ച് ഇസ്ലാമിൽ വളരെയധികം വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. നോക്കൂ, 3 കാര്യങ്ങൾക്കായി നായയെ വളർത്താൻ അനുവദനീയമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിൽ ഒന്നാമത്തേത് ചെന്നായ്ക്കൾ അല്ലെങ്കിൽ വന്യമൃഗ ജീവികളിൽ നിന്നും കന്നുകാലികളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് നായയെ വളർത്താം. രണ്ടാമതായി കൃഷിയിടത്തെ സംരക്ഷിക്കാനും മൂന്നാമതായി വേട്ടക്കാരനെ വേട്ടയ്ക്ക് വേണ്ടിയും നായ ഉപയോഗിക്കാമെന്ന് ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഈ 3 കാര്യങ്ങൾക്കല്ലാതെ നായ വളർത്തുക എന്നുള്ളത് ഇസ്ലാമിൽ അനുവദനീയമല്ല. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ മനോഹരമായ ഒരു ചരിത്രമുണ്ട്. 300 വർഷക്കാലത്തിലധികം ഒരു ഗുഹയിൽ അഭയം തേടിയ കുറച്ച് ചെറുപ്പക്കാരെക്കുറിച്ച്. ആ ചെറുപ്പക്കാർക്ക് കാവൽ നിന്നത് ഒരു നായയായിരുന്നു. വിശുദ്ധ ഖുർആൻ കൃത്യമായ നായയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. തിരുവചനങ്ങളിൽ നായയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും വ്യക്തമായി പറയുന്നുണ്ട്. ദാഹിച്ചു വലഞ്ഞ ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ മാത്രം സ്വർഗത്തിൽ പോയ ഒരു സ്ത്രീയെക്കുറിച്ച് അല്ലാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു വെക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ ചില ആളുകൾ നായ വലിയ ഹറാമാണ്, എന്തോ വലിയ ഭീകരജീവിയാണ്, ഇസ്ലാം അങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ള തരത്തിലേക്ക് ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചു വച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹനാൻഷ നടത്തിയ ഒരു പ്രസ്താവന അത് മറ്റുള്ള ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ആ വിഷയത്തിൽ പ്രതികരിച്ചത്. നോക്കൂ, നിങ്ങൾ സെലിബ്രിറ്റികളാണ്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള വ്യക്തികളാണ്. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ ആ വിഷയങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുകയും അത് വൈറലായി മാറുകയും ചെയ്യും. അതിനാൽ തന്നെ ദീനീപരമായ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുമൊക്കെ സ്വാഭാവികമെന്നോണം ചിന്തിച്ചേക്കാം, ഈ സിനിമ അല്ലെങ്കിൽ ഈ പാട്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും എല്ലാം ഹലാലാണ്, ഹറാമൊന്നുമല്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ഒരുപക്ഷെ അവർ മാറിയെന്ന് വരാം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിമുകളായ ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങളെല്ലാം അത് ഹലാലാണ് എന്നുള്ള രീതിയിലേക്ക് അവർ വരുത്തിത്തീർക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹനാൻ ഷായുടെ ഒരു വീഡിയോ കണ്ടത്. ഹനാൻ ഷായോട് അദ്ദേഹത്തിൻ്റെ ഉപ്പ പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നുണ്ട്. പരിപാടിക്കൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകണം എന്ന് പറയുന്ന തരത്തിലേക്കുള്ള വീഡിയോ ആയിരുന്നു അത്. ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു, സംഗീതവും ഇത്തരം പരിപാടികളൊക്കെ അവരുടെ കണ്ണുകളിൽ അന്ന് ഹലാലായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കി, എല്ലാവരും അംഗീകരിക്കുന്ന ഇമാമാണ് ഇമാം ബുഖാരി. ഇമാം ബുഖാരിയുടെ 5590 നമ്പർ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വ്യഭിചാരവും സംഗീതോപകരണങ്ങളും പുരുഷന്മാർക്ക് പട്ടും മദ്യപാനവും ഹലാലാക്കുന്ന ഒരു വിഭാഗം എൻ്റെ സമൂഹത്തിൽ ഉണ്ടായിത്തീരുക തന്നെ ചെയ്യും. നോക്കൂ, പാട്ട് ഇസ്ലാമിൽ അനുവദിച്ച കാര്യമാണ്. പക്ഷെ അവിടെ നേരെ മറിച്ച് സംഗീതോപകരണങ്ങൾ വഴിയാണ് പാട്ട് പാടുന്നത് എങ്കിൽ അവിടെ ഇസ്ലാം അതിന് കർക്കശമായി വിലക്കുന്നുണ്ട്, അത് നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഹദീസിനെ പോലും തള്ളിക്കൊണ്ട് സംഗീതം ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ്, ഹലാലാണ് എന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ പോലും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവസാനമായി ഒന്നുകൂടി പറഞ്ഞു വയ്ക്കാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, സിനിമയിൽ അഭിനയിച്ചോളൂ, പാട്ട് പാടിക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷേ നിങ്ങളുടെ വിഷയങ്ങൾക്കിടയിൽ, നിങ്ങളുടെ സംസാരങ്ങൾക്കിടയിൽ ദയവ് ചെയ്ത് ഇസ്ലാമിനെ വലിച്ചഴക്കരുത്. ആ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, അതിൻ്റെ വിധിവിലക്കുകളെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട്, ഉസ്താദുമാരുണ്ട്.